ഹലോ എവ്രി വൺ. നമ്മുടെ ഉള്ളിലുള്ള ആഗ്രഹം അത് ചെറുതോ വലുതോ ആയിക്കോട്ടെ, മറ്റൊരാളത് സാധിച്ചു തരും എന്ന് കരുതിയിരുന്നാലും നമുക്ക് അവിടെ ഇരിക്കാനേ പറ്റത്തുള്ളൂ. അവർക്കിത് ഓർമ്മ പോലും കാണണമെന്നില്ല. സോ എൻ്റെ ആഗ്രഹത്തിലേക്കുള്ളൊരു കുട്ടി യാത്രയിലുള്ള ഞങ്ങളെന്ന് വെച്ചാൽ ഞാനും എൻ്റെ മോനും രാവിലെ 5:30 ട്രിവാൻഡ്രം സെൻട്രലിൽ നിന്ന് എടുക്കുന്ന വന്ദേ ഭാരതിൽ കയറി കോട്ടയത്തേക്കൊരു യാത്ര. കോട്ടയത്ത് ഇറങ്ങണം, പിന്നെ ചേർത്തല ബസ് പിടിക്കണം. ഇത്ര മാത്രമേ എനിക്കറിയാവുള്ളൂ. സോ 7:30 ആയപ്പോൾ നമ്മൾ കോട്ടയത്തെത്തി. കോട്ടയത്ത് നിന്ന് ഞങ്ങളൊരു ബസ് പിടിച്ച് ചേർത്തലയിലേക്ക് പോയി. ചേർത്തലയിലേക്ക് പോകുന്ന സമയത്ത് ഇപ്പോൾ കുമരകത്ത് പാലം പണി നടക്കുന്ന സമയം ആയതുകൊണ്ട് തന്നെ എനിക്ക് 2 ബസ് കയറി ഇറങ്ങേണ്ടി വന്നു. എന്നാലും കുഴപ്പമില്ല, വർത്തായിരുന്നു. കാരണം കാണുന്ന കാഴ്ചയെല്ലാം പുതുമയുള്ളതായിരുന്നു ഒരു ട്രിവാൻഡ്രംകാരിക്കും. 2 സൈഡിലും വാട്ടർ, താറാവിനെ വളർത്തുന്നു, സ്വന്തം വീട്ടിലേക്ക് തോണി തുഴഞ്ഞു പോകുന്ന കാഴ്ചകൾ, ഇതൊക്കെ ഭയങ്കര റിഫ്രഷിങ്. പുതിയ കാഴ്ചകൾ എപ്പോഴും റിഫ്രഷിംഗ് ആണല്ലോ. ഈ യാത്രകളെല്ലാം കണ്ട് ആസ്വദിച്ച് ഞങ്ങൾ നേരെ തണ്ണീർമുക്കത്ത് ഇറങ്ങി. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ സമയമായിരിക്കുന്നു. നല്ല വിശപ്പടിച്ചു. KTDCയിൽ കയറിയിട്ട് ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇവിടെ ഇരുന്നുകൊണ്ട് തന്നെ ഞങ്ങളൊരു ബോട്ടിങ്ങും അറേഞ്ച് ചെയ്തു. ഇങ്ങനെ കാണുമ്പോൾ, ഇത് ബണ്ടാണേ, കാണുമ്പോൾ ഉള്ള കാഴ്ച ഗൂഗിളിൽ കണ്ടതുപോലെ തന്നെയാണ്. ലോങ്ങസ്റ്റ് ലേക്ക് ഇൻ ഇന്ത്യ, ലാർജസ്റ്റ് ലേക്ക് ഇൻ കേരള എന്നൊക്കെ ആയിരുന്നു ഗൂഗിളിൽ. അത് സത്യം തന്നെയാണ്. നമുക്കിങ്ങനെ അമ്പരപ്പ് തോന്നിപ്പോവും അടുത്തിങ്ങനെ വേമ്പനാട്ട് കായൽ കണ്ടപ്പോൾ. അപ്പോൾ KTDCയിൽ നിന്ന് അറേഞ്ച് ചെയ്ത് തന്ന ബോട്ടിങ്ങിലേക്ക് ഞങ്ങൾ കയറി. ഈ ബോട്ട് ഇങ്ങനെ സ്പീഡിന് പോയി ബണ്ട് മുഴുവൻ കാണിച്ചു തന്നു. ബണ്ട് ഇങ്ങനെ ഇപ്പോൾ ഓപ്പൺ ആണ് കേട്ടോ. കുറച്ച് ഞങ്ങളെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് മോനെ കൊണ്ടിട്ട് ചേട്ടൻ ബോട്ടൊക്കെ ഓടിപ്പിച്ചു. പക്ഷേ ബാക്കിലെ ഈ മഴക്കാറ് കണ്ടോ, ഇത് കണ്ട ഉടനെ ചേട്ടൻ സ്റ്റിയറിംഗ് വാങ്ങിയിട്ട് നേരെ പാഞ്ഞു ബണ്ടിൻ്റെ അടിയിലേക്ക്. ബണ്ടിൻ്റെ അങ്ങേ അറ്റത്ത് പോയിട്ട് ബോട്ട് അങ്ങ് പാർക്ക് ചെയ്തു ബണ്ടിൻ്റെ അടിയിൽ. ഇതൊരു ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു കേട്ടോ. തലയ്ക്ക് മുകളിൽ കൂടെ കാറും ബസ്സും ഒക്കെ ചീറ്റി പോകുന്നു. കണ്ണിന് മുന്നിലാണെങ്കിലോ ഇത്രയും വലിയ വേമ്പനാട്ട് കായൽ മഴ തിമിർത്ത് പെയ്യുന്നു. ഇതൊരു ഭയങ്കര ഒരിക്കലും മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. എന്നിട്ട് മഴ തോർന്നതിന് ശേഷം വീണ്ടും നമ്മൾ വേമ്പനാട്ട് കായൽ എക്സ്പ്ലോർ ചെയ്തു. ചേട്ടൻ ഒത്തിരി കാര്യങ്ങൾ ഗൈഡും കൂടെ പോലെ ആയിരുന്നു. കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു. ഇത് അവിടുത്തെ സ്ത്രീകൾ അയൽക്കൂട്ടം കൂടുന്നതാണെന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. മേ ബി ആയിരിക്കാം. ഒത്തിരി പേരും ഉണ്ടായിരുന്നു. പിന്നെ നമ്മൾ ആമ്പലൊക്കെ പിടിക്കുന്ന സ്ഥലത്തേക്ക് പോയി അവിടെ നിന്ന് ആമ്പൽ പറിച്ചു തന്നു. അത് വിരിയിപ്പിക്കാൻ പറഞ്ഞു തന്നു. അങ്ങനെ ഒത്തിരി പുതിയ കാഴ്ചകൾ കണ്ട്. ഇത് ബണ്ടിൻ്റെ മുകളിൽ കൂടെയുള്ള യാത്രയാണ്. നമ്മളിത് തിരിച്ചു പോകുമ്പോൾ ഞാൻ വീഡിയോ എടുത്തതാണ്. അങ്ങനെ ഒരുപാട് ഭംഗിയുള്ള കാഴ്ചകൾ കണ്ട് തിരിച്ചു മടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, എത്ര ചെറുതോ ആയിക്കോട്ടെ അത് നമ്മൾ തന്നെ സാധിച്ചെടുക്കാൻ നോക്കുക. അത് മാത്രമല്ല, യാത്രകൾ എപ്പോഴും വലിയ യാത്ര ആവണമെന്നൊന്നുമില്ല. കുട്ടി യാത്രകളായാലും മതി. അത് ഭയങ്കര സന്തോഷം തരും. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ടാറ്റാ, ബൈ.